ഹലോ കൂട്ടുകാരെ, ഞാൻ അലവിക്കുട്ടി. അബൂഷൈമ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കട്ട്ലറ്റ് ആണ്. നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു വെജിറ്റേറിയൻ കട്ട്ലറ്റ് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ നിസ്സാരമാക്കി കളയുന്നത് നമ്മുടെ വീട്ടിലുള്ള വാഴക്കൂമ്പ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും വീട്ടിലും വാഴ ഒക്കെ ഉണ്ടാവും. വാഴക്കൂമ്പുകളും ഞങ്ങളുടെ നാട്ടിൽ ഇത് മാണിത്തട്ട എന്ന് പറയും. അപ്പോ അത് നിങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ആണ്, നല്ല ഹെൽത്തിയാണ്, ഒടുക്കത്തെ ടേസ്റ്റ് ആട്ടാ. അപ്പോ വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വാഴക്കൂമ്പ് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു. കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു 2 ഉള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക, നന്നായി ചതച്ചത്. അതിന് ശേഷം മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും എല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വാഴക്കൂമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അവിടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നന്നായി ഒന്ന് വെന്തിട്ടുണ്ടാവും. ഇതിന് ശേഷം നന്നായിട്ട് അതിന് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പൊ നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ചുള്ള ഉരുളൻകിഴങ്ങാണത്. ഇത് നന്നായിട്ട് പൊട്ടാട്ടത്തിനകത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മല്ലിച്ചപ്പ്, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കുക, പൊടിയായിട്ട് അരിഞ്ഞത്. എന്നതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അപ്പൊ അതൊന്ന് ചൂടാറട്ടെ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. എന്നതിന് ശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അപ്പൊ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ പിന്നെ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുള്ളത് എടുത്തിട്ട് ഒന്ന് പരത്തുക. കയ്യിലടിയിലിട്ടിട്ട് ഒരു കട്ട്ലറ്റ് രൂപത്തിലാക്കി പരത്തിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലോ റവയിലോ എന്തെങ്കിലും ഇട്ടിട്ട് മുട്ടയിലിട്ട് മുക്കിയതിന് ശേഷം സെയിം കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ്. മുട്ടയിലിട്ട് ഇതുമാതിരി ഒന്ന് എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് റവയിലേക്കോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിലേക്കോ എന്തെങ്കിലും ഇട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. എല്ലാം ഇതുപോലെ ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഓയിൽ ഒഴിച്ച് ഒരു ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിട്ടെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം വെന്തതിന് ശേഷം മറ്റു ഭാഗം മറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊ അതുപോലെ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പൊ നല്ല രുചികരവും ടേസ്റ്റുമായിട്ടുള്ള നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡി ആയി കഴിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.